ഗൈസേ സമ്മർ സീസണൊക്കെ അല്ലേ, നമുക്ക് ഈ ടോപ്പ് അങ്ങോട്ട് വെട്ടിമുറിച്ച് ഒരു സമ്മർ ഡ്രസ്സ് ഉണ്ടാക്കിയാലോ? യെസ്, ഇന്ന് നമ്മളൊരു അപ്സൈക്കിൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പാണേ, പഴയതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പഞ്ഞി പോലെയല്ലേ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോത്തൊക്കെ ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ ഭയങ്കര നൈസാണ്. അപ്പോൾ നമുക്കത് വിയർ ചെയ്യാനും ഒന്നാമത് ഈ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ വിയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഏകദേശം ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ആ ചുരിദാറിൻ്റെ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു ലേസ് വെച്ചതിൻ്റെ അവിടെ ചെറിയൊരു തുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കീറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവുകൾ രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി താഴത്തേക്കുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനല്ലേ, അതായത് നമ്മൾ ബാക്കും ഫ്രണ്ടും അത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ, ലേസൊക്കെ വരുന്ന ആ ഒരു പോർഷനാണ്. ആ പോർഷൻ നമ്മൾ കാണിച്ചു തന്നല്ലോ, അവിടെ ചെറിയൊരു കീറലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്ററിലൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കാരണം ആ ഒരു കീറലുള്ളത് നമ്മളിനിപ്പോൾ എവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എവിടെ വന്നാലും നമുക്കത് ബുദ്ധിമുട്ടല്ലേ. സോ നമ്മൾ ഈ ലേസും അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 2 പീസായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മൾ ഈ പാനൽ കട്ടിൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ടോ, അതായത് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് വരും, താഴെ എത്തുമ്പോഴേക്കും അത് നല്ല വിടുത്തായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു കട്ടിങ്ങാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ആ മേലെ വരുന്ന പോർഷനാണിത്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഷേപ്പിംഗ് ആക്കിയിട്ട് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴുള്ളൂ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2 പീസും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ടോപ്പിൻ്റെ പോർഷനില്ലേ, ആ ചുരിദാറിൻ്റെ പോർഷൻ, ഇത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് ജോയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പാനൽ കട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ച്, ചുരിദാറിൻ്റെ ടോപ്പ് ഹാഫായിട്ട് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത പോർഷൻ്റെ സൈഡിൽ, അതായത് ഇപ്പോൾ ആ ടോപ്പിൻ്റെ സ്ലിറ്റ് വരുന്ന പോർഷനാണ് ഞാൻ ആ പിടിച്ചിട്ടുള്ളത്. ആ പിടിച്ചതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? ജസ്റ്റ് ആ കട്ട് ചെയ്ത പീസസൊക്കെ ആദ്യം നമ്മളൊന്ന് താഴെ ഒന്ന് വക്കടിച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര നീറ്റായിരിക്കും. എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വക്കടിച്ചതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യായിരിക്കും നല്ലത്. ഒന്നും കൂടെ ഞാൻ മറ്റേത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റില്ല, 2 പീസ്, ആ പീസാണ് ആ ഫസ്റ്റും തേർഡും ഇരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഷേപ്പൊക്കെ ആക്കി കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്തത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു ലുക്കായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു സൈഡിലും ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യണം, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം ആയിട്ട് ജോയിൻ ചെയ്യണം. കറക്റ്റ് നമ്മൾ പാനൽ കട്ടൊക്കെ ജോയിൻ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ തന്നെ 2 സൈഡിൽ അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ. എന്തായാലും നമ്മൾ അതിൻ്റെ സ്ലീവ്സ് ഉണ്ടല്ലോ, സ്ലീവ്സിൻ്റെ ആ ലേസ് നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ ലേസ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് സ്ലീവ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. സ്ലീവ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു നമ്മൾ ടോപ്പ് പോർഷൻ അല്ലേ ആയിട്ടുള്ളൂ, അത് നമ്മൾ സ്ലീവ്സ് കൊടുക്കുന്നില്ലല്ലോ. എന്തായാലും സ്ലീവ്സ് കൊടുക്കാൻ നമുക്ക് തികയുന്നുണ്ടാവില്ല. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രില്ലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സ്ട്രാപ്പ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, സമ്മർ വിയർ ആയതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ഫ്രിൽസിന് വേണ്ടിയിട്ടാണ് 2 സ്ലീവും മാക്സിമം അതിന് കിട്ടുന്ന ക്ലോത്തുകളൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ടോപ്പിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊടുക്കുക എന്ന് പറഞ്ഞത് സിമ്പിളാണ് കേട്ടോ. അതായത് നമ്മൾ ആ മേലത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു, ആ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് നമ്മൾ പിന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലേ, അങ്ങനെ കയറൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ അങ്ങനെ കയറ് കൊട്ടിട്ട് ഇട്ട് കൊടുത്തു. ഇതുണ്ടോ, ഇതിപ്പോൾ ഞാൻ മറ്റേ സ്ട്രാപ്പ് വയ്ക്കുന്ന സ്ലീവിൻ്റെ അവിടെയുള്ള സ്ട്രാപ്പ് വയ്ക്കുന്നതെന്ന് കാണിച്ചെന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആ സ്ലീവിൻ്റെ മെറ്റീരിയൽ അല്ലേ കട്ട് ചെയ്ത് വെച്ചത്, അത് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ദെൻ നമ്മൾ ഗ്യാദേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഗ്യാദേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെൻറ്ററിലൂടെ ഒരു സിമ്പിൾ സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ച് അതിങ്ങനെ ഫ്രിൽസ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സ്ലീവ്സിന് ഇതുപോലെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡ്രസ്സിൽ. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ലേസ് പറഞ്ഞില്ലേ,
ആ ലേസ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാലോ, എനിക്ക് തോന്നി അത് നല്ലതായിരിക്കുന്നു. ആ ലേസും വേസ്റ്റ് ആവില്ലല്ലോ. സോ ഞാൻ അവിടെ ആ ചെസ്റ്റിൻ്റെ ആ ഒരു നെക്കിൻ്റെ അവിടെ വരുന്ന രീതിയിൽ ആ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് നമുക്കിതിൻ്റെ പാൻറ്റ് ഉണ്ടല്ലോ, പാൻറ്റ് എനിക്ക് ഭയങ്കര ലെങ്ത്തൊന്നും വേണ്ട. അപ്പം ഞാൻ എൻ്റെ മുട്ടിൻ്റെ കുറച്ച് താഴെ വരുന്ന രീതിയിൽ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന കുറച്ച് പീസില്ലേ, ആ പീസും നമ്മൾ നേരത്തെ ഫ്രിൽസ് വെക്കാൻ വേണ്ടി ചെയ്തില്ലേ, സെയിം അതുപോലെ അതിൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ച് ഞാൻ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പാൻറ്റിൻ്റെ എൻഡിൽ കൂടെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്കൊരു മാച്ചിങ് വരുള്ളൂ. നമ്മൾ ഓൾറെഡി ടോപ്പിൽ ഫ്രിൽസ് കൊടുത്തുകൊണ്ട് താഴെയും കൂടി കൊടുത്താണ് കേട്ടോ. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അതുപോലെ എന്തെങ്കിലും ജസ്റ്റ് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.